സ്വന്തം പ്രിറ്റിമിസ് ആണ്. കുറേ കാലമായി നമ്മളിങ്ങനെ കണ്ടിട്ടൊക്കെ അല്ലേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് സ്കൂളുകളിൽ നടക്കുന്ന ഓണപരീക്ഷ കാര്യങ്ങൾ, വിശേഷങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിന്റെ മെയിൻ എക്സാം ഒക്കെ കഴിഞ്ഞ് ഈ ഒരു +1ലേക്ക് വന്നപ്പം ടെൻഷൻ ആവുന്നുണ്ടോ? എക്സാം ഒക്കെ ചെയ്ത് നോക്കുമ്പോഴും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതും ബോട്ടണി ആൻഡ് സുവോളജി പഠിക്കുമ്പം കുറച്ചധികം പ്രശ്നമാണ് എങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്നത് മിസ്സിന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ടെൻഷൻ ഒന്നും വേണ്ട മക്കളെ. ഇത് സ്വാഭാവികമായിട്ടും പെട്ടെന്നുള്ളൊരു ചേഞ്ച് വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ആൻഡ് മിസ്സിന് അറിയാം ലാംഗ്വേജ് മാറിയതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇംഗ്ലീഷ് അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നതൊക്കെ കുറേ മാറ്റങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ബയോളജിയുടെ കേസിലേക്ക് വരുമ്പം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പഠനം വളരെയധികം വളരെ നാച്ചുറൽ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മിസ് ഇതാ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളത്. അപ്പൊ ബോട്ടണിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്കൊരു ഫസ്റ്റ് 2 ചാപ്റ്ററിൽ ഒരു എക്സാം ഇടുകയാണ് 30 മാർക്കിന്റെ എങ്കിൽ ആ 30 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ തരത്തിൽ ആ 2 ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഒരു ജനറൽ ഒരു ഓണം എക്സാം നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ് മിസ് ഒരു ഓണം എക്സാമിന്റെ പ്രോപ്പർ പാറ്റേൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും കൂടിയാണ് വിചാരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രോപ്പറായിട്ട് ഒരു ഓണം എക്സാം നടന്നിരുന്നത്, അതിന്റെ ഒരു പാറ്റേണിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കി പോകാം. സോ ഈ രീതിയിലാണ് +1 ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പോഴേ അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കേടാ. സോ നമുക്ക് നോക്കിയാലോ. ആൻസർ ഇനി 3 questions from 1 to 4 each carries 1 score എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 terms ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അതായത് ഇവിടെ തന്നിട്ടുണ്ട് ആദ്യത്തെ 2 ടേം കണ്ടിട്ട് ഇത് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ 10th പഠിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ആണ് വേർഡ് പെയർ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയാറുള്ളതാണ്. അപ്പൊ ഈ വേർഡ് പെയർ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 terms ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. പ്ലാസ്മോഡിയം, കാരണം മലേറിയ ആണെന്ന് പറയുന്നുണ്ട്. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് എന്താണ്, മലേറിയയുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ്. അങ്ങനെയാണെങ്കിൽ ട്രിപ്പനോസോമ ഉണ്ടാക്കുന്ന ഡിസീസ് ഏതായിരിക്കും? പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് എന്താണ്, മലേറിയൽ പാരസൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. പ്രോട്ടോസോയിൽ വരുന്ന ഒരു ആളാണ്, നമ്മുടെ പ്രൊട്ടിസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ട്രിപ്പനോസോമ ഉണ്ടാക്കുന്ന ഡിസീസ് ഏതാടാ? അതിനെ നമ്മൾ പറയുന്നതാണ് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് നമ്മൾ പറയും. അപ്പം എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. 5 kingdom ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് ആനിമേലിയ. അതിൽ ആദ്യത്തെ 3 നമ്മളെ മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ ബയോളജി ക്ലാസിഫിക്കേഷനിൽ അവരുടെ ഗ്രൂപ്പ്സ് അടക്കം നമ്മൾ പഠിക്കുന്നതാണ് വിത്ത് എക്സാമ്പിൾസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ എക്സാമ്പിൾസ് അറിഞ്ഞ് തന്നെ പഠിച്ചു പോകാനായിട്ട് നോക്കുക. അടുത്ത് നോക്കിയേ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഈസ് കോസ്ഡ് ബൈ. നമ്മൾ ലാസ്റ്റ് ഈ 5 kingdom ഒന്നും പെടാത്ത കുറച്ച് ആൾക്കാരെ പഠിക്കുന്നുണ്ട് അല്ലെ. വൈറോയിഡ്, വൈറസ്, അതുപോലെ തന്നെ പ്രയോൺസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇതില് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഉണ്ടാക്കുന്നത് ആരാണെന്നാണ് നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ്, സിയാർ ജേക്കബ് ഡിസീസ്, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ചില ഡിസീസ്. വൈറസിന്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്. എന്നാൽ വൈറസിന്റെ അതേ തരത്തിൽ നമ്മൾ ചെറുതായിട്ട് പ്രോട്ടീൻ മോളിക്യൂളായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആര്, ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുന്ന ആള്. അത് വേറെ ആരുമല്ല, നമ്മുടെ പ്രയോൺസ് ആണ് കേട്ടോ. അപ്പൊ ഡിസീസുകൾ, അത് ഉണ്ടാക്കുന്ന ഡിസീസുകളൊക്കെ എന്ത് ചെയ്യുക, എക്സാമ്പിൾ ആയിട്ട് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാരത്തോൺ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും മാരത്തോൺ ലൈവ് മിസ്സാക്കാതെ തന്നെ എന്ത് ചെയ്യുക, വരാനായിട്ട് നോക്കാം. ഐഡന്റിഫൈ ദ മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ബാക്ടീരിയ ഗിവൻ ബിലോ. തന്നിട്ടുള്ളതിലെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ അറിയാം ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ആദ്യം സെൽ വോള്, പിന്നെ സെൽ മെംബ്രെയിന്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈനറി ഫിഷൻ വഴിയാണ് അല്ലെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനെ നമ്മൾ പറയാ ബൈനറി ഫിഷൻ എന്നാണ്. നേരെ ഡിവൈഡ് ചെയ്യുന്നു, പുതിയ 2 ബാക്ടീരിയാസ് ആയിട്ട് മാറുന്നു. ബൈനറി ഫിഷൻ ആണ് ബാക്ടീരിയയിൽ കാണുന്ന റീപ്രൊഡക്ഷൻ. ഇനി യൂണിസെല്ലുലാർ ആൽഗെ റിച്ച് ഇൻ പ്രോട്ടീൻ യൂസ്ഡ് ഈവൻ ബൈ സ്പേസ് ട്രാവലർ. സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ ഫുഡൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇവിടുന്ന് ബിരിയാണിയും പൊതിക്കെട്ടി കൊണ്ടുപോവാണ്, പൊതിച്ചോറും ബിരിയാണിയും ഒക്കെ ആയിട്ട് പോയാൽ നടക്കോ? ഇല്ല. അതുകൊണ്ട് അവർ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഒരു ആൽഗേനിയ കൊണ്ടുപോകുന്നത്. അതാരാണെന്നാണ് ചോദ്യം. അത് വേറെ ആരുമല്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ക്ലോറല്ല, അതുപോലെ തന്നെ സ്പൈറുലിനയാണ് കേട്ടോ. എക്സാമ്പിൾ പഠിച്ചു വെക്കണേ, ക്ലോറല്ല, അതുപോലെ തന്നെ സ്പൈറുലിന. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയോ. മെയിൽ കോൺ ആൻഡ് ഫീമെയിൽ കോൺ ആർ ബോൺ ഓൺ ഡിഫറെന്റ് ട്രീസ്.
നമ്മൾ ജിംനോസ്പേംസിൽ കുറെ എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. പ്ലാന്റ് കിങ്ഡത്തിൽ സൈക്കസ് ഉണ്ട്, പൈനസ് ഉണ്ട്, സെക്വയ ഉണ്ട്, ജിങ്കോ ബൈലോവ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതില് മെയിൽ കോണും ഫീമെയിൽ കോണും രണ്ടും ഡിഫറെന്റ് ട്രീസിൽ വളരുന്നത് അത് ഏത് ജിംനോസ്പേമാ? സൈക്കസ് ആണോ, പൈനസ് ആണോ, അതോ സെക്വയ ആണോ, ഏതാണ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് നോക്കാം. ആൻസർ എനി 9 ക്വസ്റ്റ്യൻ ഫ്രം 5 to 5 ആണ്. അതായത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി മിസ് പറയാൻ പോകുന്നത്. ഇതുവരെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനിയുള്ളത് 2 മാർക്കിന്റെ ആണ്. അതിൽ എക്സ്ട്രാ ഓപ്ഷൻസും ഉണ്ട്. ഡിഫറൻഷിയേറ്റ് കീമോ ടാക്സോണമി ആൻഡ് ന്യൂമറിക്കൽ ടാക്സോണമി. 2 ടൈപ്പ് ഓഫ് ടാക്സോണമി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് കീമോ ആൻഡ് ന്യൂമറിക്കൽ ടാക്സോണമി? നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ അന്നും ഇന്നും ബോട്ടണിയിൽ നിങ്ങൾ ടാബുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ബയോളജിയിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഒരു ടേബിൾ വരച്ച് രണ്ടിൻ്റെയും ഡിഫറൻസസ് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നോക്കാം. കീമോ ടാക്സോണമിയിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് സെൽസ് ആൻഡ് ടിഷ്യൂസ്. കീമോ ടാക്സോണമിയിൽ വരുന്നതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിസിലാണ്? കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, സെല്ലിന്റെയും ടിഷ്യൂസിന്റെയും കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് വെച്ചിട്ടാണ്. ഇനി ന്യൂമറിക്കൽ ടാക്സോണമിയിലേക്ക് വരുമ്പോഴോ ക്ലാസിഫിക്കേഷൻ ഓഫ് organism using numerical method based on a large number of characteristics ആണ്. അപ്പൊ ഇത് എന്തിന്റെ ബേസിസിലാണ് വരുന്നത്? ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ ആണ്. അതായത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ബേസിസിലാണ്. ഇവിടെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ, അമിനോ ആസിഡ്, ന്യൂക്ലിക് ആസിഡ്, അതുപോലെ തന്നെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒക്കെയാണ് അവര് നോക്കുന്ന ക്രൈറ്റീരിയ. ഇവിടെ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുമ്പോൾ ഒബ്സർവബിൾ ആയിട്ടുള്ള മോർഫോളജിക്കൽ എക്സ്റ്റേണൽ ഫീച്ചർ നോക്കും, അനാറ്റമിക്കൽ നോക്കും, ഫിസിയോളജിക്കൽ ട്രേറ്റുകൾ നോക്കും. പിന്നെയോ ബയോ കെമിക്കൽ അനാലിസിസ് വഴിയാണ് അവർ നോക്കുന്നത്. ന്യൂമറിക്കൽ ടാക്സോണമിയിലോ ക്വാണ്ടിറ്റേറ്റീവ് സ്കോറിംഗ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമ്പർ ആണ് അല്ലെ. ക്വാളിറ്റേറ്റീവ് അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ് സ്കോറിംഗ് ആണ്. ഇപ്പുറത്തോ കീമോ ടാക്സോണമിയിൽ ക്വാളിറ്റേറ്റീവ് ആണ്. ആബ്സെൻസ് ഓർ പ്രസൻസിന്റെ കെമിക്കൽസിന്റെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് നോക്കും. ഇപ്പുറത്തോ ക്വാണ്ടിറ്റേറ്റീവ് പെർസെന്റേജ് സിമിലാരിറ്റി ആണ് നോക്കുന്നത്. ആൻഡ് യൂസ് ഓഫ് പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ലൈക്ക് ആൽക്കലോയിഡ്സ് ടു ക്ലാസിഫൈ പ്ലാന്റ്. ആൽക്കലോയിഡ്സിന്റെ ഒക്കെ പ്രസൻസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. ന്യൂമറിക്കലോ ഗ്രൂപ്പിംഗ് പ്ലാന്റ് ബേസ്ഡ് ഓൺ 100+ മോർഫോളജിക്കൽ ട്രേറ്റ്സ് ഇൻ ടു ക്ലസ്റ്റേഴ്സ്. മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എടുത്തിട്ട് അതിന്റെ നമ്പറിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് രണ്ടിന്റെയും ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇനി ബാക്ടീരിയൽ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 categories based on their shape. Name them. ബാക്ടീരിയനെ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നതാണ്. ബാക്ടീരിയനെ പറ്റി കിൻറ്റമോണിയയിൽ ബാക്ടീരിയനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അവരുടെ ഷേപ്പ് വെച്ചിട്ട്. അത് എത്ര തരമാണ്, ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ നമുക്ക് നോക്കിയാലോ. Bacteria are grouped under 4 categories based on their shape. Spherical coccus ഉണ്ട്. Spherical coccus എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്, spherical coccus. അതുപോലെ റോഡ് ഷേപ്ഡ് ബാസിലസ്. റോഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുപോലെ ഒരു ദണ്ഡാകൃതിയിലാണ്, അതുകൊണ്ടാണ് റോഡ് ഷേപ്പ് എന്ന് പറയുന്നത്. റോഡ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. തേർഡ് വൺ കോമ ഷേപ്ഡ് വിബ്രിയം. ഇവിടെ കണ്ടോ, ഒരു കോമ പോലെയാണ് ഇത് ഉണ്ടാവുന്നത്. കോമ ഷേപ്ഡ് ആയിട്ടാണ് ഉണ്ടാവുന്നത് വിബ്രിയോ. ആൻഡ് സ്പൈറൽ ഷേപ്ഡ് സ്പൈറുലം. സ്പൈറൽ ഷേപ്പിലുള്ള സ്പൈറലോ ഉണ്ട്. ഇതാണ് 4 ടൈപ്പ് ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ദർ ഷേപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഓർത്ത് വെക്കുക, കോക്കായി ഉണ്ട്, ബാസിലൈ ഉണ്ട്, വിബ്രിയോ ഉണ്ട്, അതുപോലെ സ്പൈറൽ ഉണ്ട്. ഇതിന്റെ ഷേപ്പ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് വേഗം തന്നെ. മാച്ച് ദ ഐറ്റംസ് ഓഫ് കോളം എ വിത്ത് ബി ആണ്. നോക്കിക്കോ, ഇവിടെ കോളം എ ആൻഡ് ബി തന്നിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ട് നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ പാരസൈറ്റ് ഉണ്ട്, സാപ്രോഫൈറ്റ് ഉണ്ട്, സിംബയോണ്ട് ഉണ്ട്, മൈക്കോറൈസ ഉണ്ട്. പാരസൈറ്റ് എന്ന് പറയുമ്പം ഇവിടെ നോക്കണേ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. സാപ്രോഫൈറ്റ്, സിംബയോണ്ട്. ഓക്കെ, പാരസൈറ്റ് എന്ന് പറയുന്നത് അബ്സോർബ് ന്യൂട്രിയൻ ഫ്രം ദ ഹോസ്റ്റ് ആൻഡ് കോസസ് ഹാം ടു ദ ഹോസ്റ്റ് അല്ലേ? അതെ. അപ്പം ഒരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് ഹാം ഉണ്ടാക്കുന്ന ആളാണ് ആര്? പാരസൈറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പാരസൈറ്റ് എന്ന് പറയുന്നത്. സാപ്രോഫൈറ്റ് എവിടെയാണ്? അബ്സോർബ് സൊല്യൂബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽ അല്ലെ. ഡെഡ് സബ്സ്ട്രേറ്റിൽ നിന്നും ശവോപജീവികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് എവിടെയാ? സാപ്രോഫൈറ്റ്സിൽ വരുന്നവരാണ്. ഡീക്കേയിങ് ഓർഗാനിസത്തെയാണ് ഇവർ ഫീഡ് ചെയ്യുക. സിംബയോണ്ട് എന്ന് പറയുമ്പോഴോ മ്യൂച്വലി ബെനിഫിറ്റ് റിലേഷൻഷിപ്പ് ആണ്, രണ്ടാൾക്കും മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഉണ്ടാകും. മൈക്കോറൈസ എന്ന് പറയുന്നതോ അസോസിയേഷൻ ഓഫ് ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടിൽ ഫംഗസിന്റെ അസോസിയേഷൻ വരുന്നുണ്ട്. അവർ സിംബയോൺസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അല്ല സോറി, അതായത് രണ്ടാൾക്കും ബെനിഫിഷ്യൽ തന്നെയാണ്. പക്ഷെ ആ റിലേഷനെ നമ്മൾ പറയുന്നത് എന്താണ്? മൈക്കോറൈസ എന്നാണ് കേട്ടോ, മൈക്കോറൈസ എന്നാണ്. സോ ഇതുപോലെ മാച്ച് ദ ഫോളോയിങ്. ഒരു 2 നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബാക്കി ഈസി ആയിട്ട് കിട്ടിക്കോളും. നോ വറീസ് അറ്റ് ഓൾ കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാന്റ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. നെയിം ദ പ്ലാന്റ് ഗ്രൂപ്പ്, ഗിവ് റീസൺ. നമ്മൾ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെംസ്, ആൻജിയോസ്പെംസ് ഇങ്ങനെ 5 ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ടല്ലോ. അതിൽ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം വെള്ളവും അതുപോലെ തന്നെ ലാൻഡിലും രണ്ടും അവർക്ക് ജീവിക്കാം. ആൻഡ് ലാൻഡിൽ മീൻസ് വാട്ടർ ഉണ്ടെങ്കിലേ അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. സോ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവർക്ക് വാട്ടർ വേണമെന്ന് പറഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പാണ്? പ്ലാന്റ് ഗ്രൂപ്പിനെ നമ്മൾ പറയാ ബ്രയോഫൈറ്റ് എന്നാണ് കേട്ടോ. Bryophyte. Give reason എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? Bryophytes are so called amphibians because these plants can live in soil but are depend on water for sexual reproduction. മിസ് പറഞ്ഞ പോയിന്റ് തന്നെ. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? യെസ്, അവർക്ക് വാട്ടർ എസെൻഷ്യൽ ആണ്. ആൻഡ് അവരൊരു ഡാംപ്, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് ഏരിയയിലാണ് ജീവിക്കുക. They play an important role in plant succession. അതായത് വളരെ ബെയർ ആയിട്ടുള്ള റോക്ക് സോയിലൊക്കെയാണ് ഇവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. Based on habitat, archaebacteria divided into 3 groups. Name the 3 groups. Write the group which are present in the gut of ruminant animal. നമ്മൾ ആർക്കിബാക്ടീരിയനെ 3 കാറ്റഗറി ആയിട്ട് പറയാറുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? halophiles, then methanogens, thermoazidophiles. ഇതാണ് 3 കാറ്റഗറി നമ്മൾ പറയുന്നത്. ഇതിൽ ഗട്ട് ഓഫ് റൂമിനന്റ് ആനിമൽസ് നമ്മൾ കൗഡങ്ങിലൊക്കെ കാണുന്നത് ആരാ? മെത്തനോജൻസ് ആണ് കേട്ടോ. മെത്തനോജൻസ്. മെത്തനോജൻസ് ആണ്. അപ്പൊ തെർമോഅസിഡോഫൈൽസ്, ഹാലോഫൈൽസ്, മെത്തനോജൻസ് ആണ് ഗട്ടിൽ കാണുന്നത്. What is diatomaceous earth? Write its 2 uses. Explain briefly the prothallus. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാരണം എന്താണെന്നറിയോ? ഇത് സ്ഥിരമായിട്ട് ഓണപരീക്ഷയ്ക്ക് വരുന്ന ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മിസ് ഇത് പറയും. ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡയാറ്റമീഷ്യസ് എർത്ത്? ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറയുമ്പം ദേ ലിവ് ബിഹൈൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സെൽ വോൾ ഡിപ്പോസിറ്റ്സ് ഇൻ ദിയർ ഹാബിറ്റാറ്റ്. അല്ലെ, ഈ ഒരു നമ്മൾ ക്രൈസോഫൈറ്റ്സിൽ നമ്മൾ കാണുന്നതാണ്. ഡയാറ്റംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അവരുടെ സെൽ വോൾ ഡിപ്പോസിറ്റ്സ് എവിടെ നിൽക്കും? ഹാബിറ്റാറ്റിൽ നിൽക്കും. അത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അത് അക്യുമുലേറ്റ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? ഡയാറ്റമീഷ്യസ് എർത്ത് ഫോം ചെയ്യും. ആൻഡ് എന്തിനു വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുക? യൂസ്ഡ് ഇൻ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്. യൂസും ചോദിക്കാറുള്ളതാണ് കേട്ടോ. പോളിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ ഓയിൽസ് ആൻഡ് സിറപ്സിന്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ടും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഡയാറ്റമീഷ്യസ് എർത്ത് ആണെന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ ഡയാറ്റമീഷ്യസ് സെൽവോളൊക്കെ പഠിക്കുന്ന ഒരു സോപ്പ് പെട്ടി പോലെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് ഓർമ്മ വെക്കുക കേട്ടോ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി പ്രോതാലസ്. The spore germinate to give rise to inconspicuous small but multicellular free-living mostly photosynthetic thalloid gametophyte called prothallus. This gametophyte require cool, damp, shady places to grow because of the specific restricted requirement and need for water for fertilization. Spread of living pteridophyte is limited, restricted to narrow geographical region. Gametophytes bear male and female sex organs. അതായത് ടെറിഡോഫൈറ്റ്സിൽ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു വളരെ സ്മോൾ ആയിട്ടുള്ള മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള വളരെ ഫ്രീ ലിവിങ് ആയിട്ടുള്ള അതും ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉള്ള താലോയിഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ലീഫി ടൈപ്പ് ഓഫ് ഒരു ഗാമറ്റോഫൈറ്റ് നമുക്ക് കാണാം. അതിനെയാണ് പ്രോത്താലസ് എന്ന് പറയുന്നത്. സോ പ്രോത്താലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം അത് ടെറിഡോഫൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത അതിന്റെ ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് ആണ് എന്നുള്ളത്. ഓക്കെ, ഗാമറ്റോഫൈറ്റിനെയാണ് നമ്മൾ താലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് എന്നാണ് നമ്മൾ പറയാം. താലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് എന്ന് പറയും. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു ടെറിഡോഫൈറ്റ് വളരെ ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഏരിയയിലേ കാണുള്ളൂ. ഗാമറ്റോഫൈറ്റ്സ് ബെയർ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ്. അവരുടെ ആന്ത്രീഡിയ ആർക്കിഗോണിയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇനി ഹെട്രോസ്പോറി ലീഡ് ടു സീഡ് ഹാബിറ്റ് ജസ്റ്റിഫൈ. ഹെട്രോസ്പോറി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് 2 ടൈപ്പ് ഓഫ് സ്പോർസ് ആണ്. ടെറിഡോഫൈറ്റ്സിൽ 2 ടൈപ്പ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെറ്ററോസ്പോറി എന്ന് പറയുന്നത്. ആ 2 ടൈപ്പ് മാക്രോസ്പോറും മൈക്രോസ്പോറുമാണ്. അപ്പം ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇൻ ദീസ് പ്ലാന്റ്സ് ആർ റീറ്റെയിൻഡ് ഓൺ ദ പാരന്റ് sporophyte for variable period. This is a precursor of seed habit. ഇതിലെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ത് ചെയ്യും? ആ പ്ലാന്റിൽ തന്നെ നിലനിൽക്കുന്നു. അത് സീഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മുൻകൂട്ടിയുള്ള സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം സീഡ് ഹാബിറ്റിന്റെ ഡെവലപ്മെന്റ് വരുന്നത് ഹെട്രോസ്പോറിൽ നിന്നാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫീമെയിൽ എന്ത് ചെയ്യുന്നു? അവിടെ പ്ലാന്റ് ബോഡി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്ലാന്റ് ഗ്രൂപ്പ് ബെയർ നേക്കഡ് സീഡ്. ഐഡന്റിഫൈ ദ പ്ലാന്റ് ഗ്രൂപ്പ്. നേക്കഡ് സീഡഡ് ഗ്രൂപ്പ് നമ്മൾ പറയുന്നത് ഏതാ? ജിംനോസ്പെർംസ്.
gymnosperms ആണ്. And give reason for the production of naked seed. എന്താ കാരണം? Seed exposed അല്ലെങ്കിൽ ovules or seed not enclosed by any ovary wall. ഫ്രൂട്ട് ഒന്നുമില്ല, സീഡ് എക്സ്പോസ്ഡ് ആയിട്ടാണ് കാണുന്നത്, അല്ലെ, ഓവറി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്, ജിംനോസ്പേംസ് അല്ലെങ്കിൽ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് പറയാറുള്ളത് കേട്ടോ. Who proposed artificial system of classification? Write the criteria used for this classification. Artificial system of classification എന്ന് പറയുമ്പം the classification was primarily developed by Carlos Linnaeus. System groups organisms based on limited number of easily observable characteristics. അതുപോലെ primarily morphological features ആണ് like flower structure and number of stamen. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് ഇവർ ക്ലാസിഫൈ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ? ബേസ്ഡ് ഓൺ ദി ലിമിറ്റഡ് നമ്പർ ഓഫ് ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടർ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മോർഫോളജിക്കൽ ആയിട്ടുള്ള ആ ക്യാരക്ടേഴ്സ്, മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഫ്ലവറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, നമ്പർ, സ്റ്റേമെന്റ് നമ്പർ എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് ക്രൈറ്റീരിയ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ. കണ്ടിട്ടുണ്ടോ ഈ ഫിഗർ? നെയിം ദ പ്ലാന്റ് ആൻഡ് പ്ലാന്റ് ഗ്രൂപ്പ്. റൈറ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പോറോഫൈറ്റ് ആൻഡ് ഗെമറ്റോഫൈറ്റ് ഓഫ് ദിസ് പ്ലാന്റ് എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ കാണുന്ന എവിടെയാണ്? നമ്മുടെ ബ്രയോഫൈറ്റ് ആണ് അല്ലെ. ഫുനേറിയ മോസസ് ഇൻ ദ ബ്രയോഫൈറ്റ് ആണ്. ഫുനേറിയയില് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്, കാരണം അവിടെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേഷൻ ആണ്. ആൻഡ് ഡിപ്പെൻഡ് ഓൺ ദ ഗെമറ്റോഫൈറ്റ്. ഗെമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്പോറോഫൈറ്റ് വരുന്നത്. ഹാപ്ലോയിഡ് ഗെമേറ്റ് പ്രൊഡ്യൂസിങ് ജനറേഷൻ വിച്ച് ഇസ് ഡോമിനന്റ് ആൻഡ് മോർ പ്രോമിനന്റ് സ്റ്റേജ് ആണ്. ഇവരുടെ ലൈഫ് സൈക്കിളിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഗെമറ്റോഫൈറ്റ് ആണ്. ഈ ഡയഗ്രവും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോട്ടോ. ഇവിടെ ക്യാപ്സ്യൂൾ വരും, സീറ്റ, ദെൻ ലീവ്സ്, മെയിൻ ആക്സിസ് ആൻഡ് റൈസോയിഡ്സ് ആണ് വരുന്നത്. ഇനി ഹൂ പ്രപ്പോസ്ഡ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? നെയിം ദ 5 കിങ്ഡംസ് എന്നാണ്. നമുക്കറിയാം RH വിറ്റാക്കർ ആണ് അല്ലെ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. കിങ്ഡം മൊനീര, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് ആനിമേലിയ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. Observe the table, filling the blanks. Filling the blanks ആണ്. നമ്മുടെ ആൽഗയിലെ തന്നെ റോഡോഫൈസിയെ തന്നിട്ടുണ്ട്. അതിന്റെ സെൽ വോൾ സ്റ്റോർഡ് ഫുഡ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 3 ടൈപ്പ് ഓഫ് ആൽഗേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. 3 ടൈപ്പ് ഓഫ് ആൽഗേസ്. റോഡോഫൈസി ഉണ്ട്, ഫിയോഫൈസി ഉണ്ട്, അതുപോലെ തന്നെ ക്ലോറോഫൈസി അല്ലേ. നമ്മളെ എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളതാണ് റെഡ് ആൽഗെ, അതുപോലെ തന്നെ ബ്രൗൺ ആൽഗെ ആൻഡ് ഗ്രീൻ ആൽഗെ എന്നൊക്കെ കോമൺ നെയിം ആയിട്ട് പറയാറുണ്ട്. ഇപ്പൊ റോഡോഫൈസി എന്ന് പറയുന്നത് റെഡ് ആൽഗെ ആണ്. റെഡ് ആൽഗെ എന്ന് പറയുമ്പം അവിടെ സെൽ വോളിൽ ഉണ്ടാവുന്നത് എന്താണ്? സെൽ വോൾ എന്ന് പറയുന്നത് റോഡോഫൈസിയില് സെല്ലുലോസ്, പെക്റ്റിൻ, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ആണ് വരിക. പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ആണ് വരിക. ബി എന്ന് പറയുന്നത് സ്റ്റോർഡ് ഫുഡ്. റോഡോഫൈസിൽ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറിഡൈൻ സ്റ്റാർച്ച്. ഫ്ലോറിഡൈൻ സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് സ്റ്റോർഡ് ഫുഡ് ആയിട്ട് വരുന്നത് എവിടെയാ? നമ്മുടെ ക്ലോറോഫൈസിയെ. ആൻഡ് ക്ലോറോഫൈസിയിലെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടാണ്. ഇനി ലാസ്റ്റ് ഉള്ളത് ഏതാ? ഫിയോഫൈസി. അത് നമുക്കറിയാം, ഫിയോഫൈസി ആണ്. മാനിറ്റോഡ് ലാമിനാരും വരുന്നത് ഫിയോഫൈസിയിലാണ്. ആൻഡ് സെല്ലുലോസ് പ്ലസ് ആൽഗിൻ ആണ് വരിക. സെല്ലുലോസ് പ്ലസ് ആൽജിൻ ആണ് എന്ത്? ഫിയോഫൈസിയുടെ സെൽ വോൾ ഡിപ്പോസിഷനിലായിട്ട് വരുന്നത് കേട്ടോ. ഇപ്പൊ ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് തന്നെ നോട്ട് ചെയ്യാൻ ശ്രമിക്കാം. കിങ്ഡം പ്രൊട്ടിസ്റ്റ ഇസ് ഡിവൈഡഡ് ഇൻടു 5 ഗ്രൂപ്പ്സ്. നെയിം ദം എന്നാണ് പറഞ്ഞത്. പ്രൊട്ടിസ്റ്റനെ 5 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെയിം ദ ഗ്രൂപ്പ് ഇൻ വിച്ച് അമീബ ഈസ് ഇൻക്ലൂഡഡ്. പ്രൊട്ടിസ്റ്റയിലെ 5 ഗ്രൂപ്പുകൾ ഏതൊക്കെയാ? ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലജല്ലേറ്റ്സ്, യുഗ്ലിനോയിഡ്, സ്ലൈമോൾഡ്, പ്രോട്ടോസോവൻസ്. ക്രൈസോഫൈറ്റ്സ് ഉണ്ട്, ഡൈനോഫ്ലജല്ലേറ്റ്സ് ഉണ്ട്, യുഗ്ലിനോയിഡ് ഉണ്ട്, സ്ലൈമോൾഡ് ഉണ്ട്, പ്രോട്ടോസോവൻ ഉണ്ട്. ഇതില് നമ്മുടെ അമീബ വരുന്നത് എവിടെയാണ്? പ്രോട്ടോസോവനിലാണ്. അതും അമീബോയിഡ് പ്രോട്ടോസോവൻ. പ്രോട്ടോസോവന്റെ ഗ്രൂപ്പിലാണ്. അതിൽ തന്നെ അമീബോയിഡ് പ്രോട്ടോസോവൻസിലാണ് അമീബ വരിക കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം തന്നെ പഠിക്കുക. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് മനസ്സിലാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ബൈ.